എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യകളിൽ വിളമ്പുന്ന മത്തങ്ങ എരിശ്ശേരിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് കട്ടിയുള്ള രീതിയിലാണ് മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കുന്നത്. ഇതിനായി അരക്കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. കുതിർക്കാത്ത വൻപയറാണ് എടുത്തിട്ടുള്ളത്. വൻപയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വൻപയർ വേകുന്നതിന് ആവശ്യമായ 1/4 കപ്പ് വെള്ളമൊഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയും വേവിക്കാം. ഇതിലേക്ക് ആവശ്യമായ 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. മത്തങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. മത്തങ്ങ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ച മത്തങ്ങ 1/4 ഭാഗം വേവായ വൻപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങായും വൻപയറും മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയും വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 4 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് എടുക്കേണ്ടത്. ഇതിൽ ചേർത്ത വെളുത്തുള്ളി ചെറുതായതിനാലാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ഇനി ഇത് അരച്ചെടുക്കാം. ഈ അരപ്പ് ചൂടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അരപ്പിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒന്നെങ്കിൽ ഐസ് ക്യൂബോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ചേർത്ത് വേണം അരയ്ക്കാൻ. അരച്ചെടുക്കുന്ന അരപ്പ് ചൂടായാൽ കറിക്ക് അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാകില്ല. അതിനാലാണ് തണുത്ത വെള്ളം ചേർക്കാൻ പറയുന്നത്. മത്തങ്ങയും വൻപയറും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ കറി ഒരുപാട് ലൂസിലല്ല വേണ്ടത്. നമുക്ക് ഒരു കട്ടിയുള്ള പരുവത്തിലാണ് ഈ കറി കിട്ടേണ്ടത്. ഈ കറി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഈ സമയം കറിയിൽ ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എരിശ്ശേരിക്കുള്ള വറവ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വന്നപ്പോഴേക്കും 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വറവ് തയ്യാറായിട്ടുണ്ട്. ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഈ കറി ഒന്ന് അടച്ചു വെക്കാം. വറവ് ചേർത്ത ശേഷം കറി ഒന്ന് അടച്ചു വെച്ചാൽ കറിക്ക് നല്ല രുചിയും നല്ല മണവും കിട്ടും. മത്തങ്ങ ചേർത്ത എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഈ രീതിയിൽ എരിശ്ശേരി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണാം.